സൈക്കിൾ ചവിട്ടുന്നത് നിങ്ങളുടെ സെക്സ് ലൈഫിനെയും ഉദ്ധാരണശേഷിയും ഒക്കെ ബാധിക്കുമോ? നമസ്കാരം, എൻ്റെ പേര് സംഗീത് സെബാസ്റ്റ്യൻ. ഞാനൊരു സെക്ഷുവാലിറ്റി റൈറ്ററും സെക്സ് എഡ്യൂക്കേറ്ററുമാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് സ്ഥിരമായി സൈക്കിൾ ചവിട്ടുന്നത് എങ്ങനെ നിങ്ങളുടെ സെക്സ് ലൈഫിനെയും ഉദ്ധാരണശേഷിയും ഒക്കെ ബാധിച്ചേക്കാം എന്നതിനെ പറ്റിയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ഒന്ന് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ബെൽ നോട്ടിഫിക്കേഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോസിനെ പറ്റിയുള്ള അറിയിപ്പ് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. ഈ ലൈംഗിക പ്രശ്നങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ബഹുഭൂരിഭാഗം പ്രശ്നങ്ങളും, അതായത് ഏകദേശം 80 മുതൽ 90% വരെയുള്ള പ്രശ്നങ്ങളും ഒരു ഡോക്ടറിൻ്റെ അടുക്ക പോയി മരുന്ന് കഴിച്ച് ചികിത്സിച്ച് ഭേദമാക്കേണ്ട രോഗമൊന്നുമല്ല. അത് ഉണ്ടാകുന്നത് പ്രധാനമായിട്ടും നമുക്ക് സെക്സിലുള്ള അറിവില്ലായ്മയും അജ്ഞതയും നമ്മളുടെ കൾച്ചറും മതവിശ്വാസങ്ങളും ഒക്കെ സെക്സിനെ പറ്റിയും ജെൻഡറിനെ പറ്റിയും ഒക്കെ ഉണ്ടാക്കിയ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കഥകളുടെ സ്വാധീനത്തിൽ നിന്നുമാണ്. നിങ്ങളുടെ ലൈംഗികതയ്ക്ക് എങ്ങനെ നിങ്ങളുടെ വ്യക്തിത്വത്തെയും ആത്മവിശ്വാസത്തെയൊക്കെ മാറ്റിമറിക്കാനുള്ള ഒരു ശക്തിയുണ്ട് എന്നതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആദ്യമേ തന്നെ ഞാനൊരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ വീഡിയോ ഞാൻ ഇന്നിവിടെ ചെയ്തത് സൈക്കിൾ ചവിട്ടാൻ ഇഷ്ടപ്പെടുന്നവരെ പിന്തിരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടോ നിരുത്സാഹപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടോ ഒന്നും ചെയ്തതല്ല. സൈക്കിൾ വളരെ ചീപ്പും പ്രകൃതിദത്തവും ആരോഗ്യപരവുമായിട്ടുള്ള ഒരു ആക്ടിവിറ്റി തന്നെയാണ്. പഠനങ്ങൾ പ്രകാരം സൈക്ലിംഗ് നിങ്ങളുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരു ആരോഗ്യത്തെ വളരെയധികം മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഏകദേശം 18ഓളം വിട്ടുമാറാത്ത രോഗങ്ങളായ ഡയബറ്റീസ്, ഹൈ ബ്ലഡ് പ്രഷർ, അമിതവണ്ണം തുടങ്ങിയ രോഗങ്ങളും ഒരു വലിയ പരിധി വരെ മാനേജ് ചെയ്യാൻ പറ്റും എന്നും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം പിന്നെ എന്താണ് സൈക്ലിംഗ് ചെയ്യുന്നതുകൊണ്ടുള്ള പ്രശ്നം? അതെങ്ങനെയാണ് നിങ്ങളുടെ ലൈംഗിക ജീവിതത്തെ ബാധിക്കുന്നത്? ഈ സൈക്കിൾ ചവിട്ടുന്ന പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഈ സൈക്കിളിൻ്റെ സീറ്റ് എത്രത്തോളം അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു ഇരിപ്പിടമാണ് എന്നുള്ളത്. അത് പലപ്പോഴും ഈ ദീർഘനേരം സൈക്കിൾ ചവിട്ടുന്ന വ്യക്തികളിൽ അവരുടെ സ്വകാര്യ ഭാഗങ്ങളിൽ മരവിപ്പും വേദനയും ഒക്കെ പലപ്പോഴും ഉണ്ടാക്കാറുണ്ട്. ഈ വേദനയും അസ്വസ്ഥതയും ഒക്കെ ഉണ്ടാകുന്നത് നിങ്ങൾ സൈക്കിൾ ദീർഘനേരം ചവിട്ടുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൻ്റെ മുഴുവനും വെയിറ്റ് ഈ പെരീനിയം എന്ന് പറയുന്ന ഏരിയയിലാണ് ഉണ്ടാകുന്നത്. ഈ പെരീനിയം എന്ന് പറയുന്ന ഏരിയയാണ് നിങ്ങളുടെ ലിംഗത്തിനും മലദ്വാരത്തിനും ഇടയിലുള്ള ഏരിയ. അപ്പം സൈക്കിൾ ചവിട്ടുമ്പോൾ നിങ്ങളുടെ മുഴുവൻ വെയിറ്റും ആ വെയിറ്റിൻ്റെ സമ്മർദ്ദം മുഴുവനും വരുന്നത് ഈ പെരീനിയം എന്ന് പറയുന്ന ഏരിയയിലാണ്. ഈ പെരീനിയം എന്ന് വിളിക്കുന്ന ഭാഗം നമ്മളുടെ ശരീരത്തിലെ 2 പ്രധാന സ്ട്രക്ചറുകളുള്ള ഏരിയയാണ്. എന്താണ് അത്? പ്യൂഡൻഡൽ നെർവും പ്യൂഡൻഡൽ ആർട്ടറിയും. നിങ്ങളുടെ കാലുകളുടെയും ലിംഗത്തിൻ്റെയും ഇടയിലുള്ള ആ ഒരു ഭാഗത്തിൻ്റെ വികാരശേഷി അല്ലെങ്കിൽ സെൻസേഷനെ നിയന്ത്രിക്കുന്ന നെർവുകളാണ് ഈ പ്യൂഡൻഡൽ നെർവുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയയിൽ അമിതമായിട്ടുള്ള ഒരു പ്രഷർ വരികയാണെങ്കിൽ കാലക്രമേണ ആ നെർവുകൾക്ക് ഡാമേജ് സംഭവിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ പ്യൂഡൻഡൽ ആർട്ടറി എന്ന് പറയുന്ന സ്ട്രക്ചറാണ് ആ പെരീനിയത്തിൻ്റെ എല്ലാ ഭാഗത്തോട്ടുമുള്ള ആ ഒരു രക്തഒഴുക്കിനെ വളരെയധികം സഹായിക്കുന്നത്. ഈ സുഗമമായ രക്തഒഴുക്കിന് നിങ്ങളുടെ ആ ഒരു ലൈംഗിക പ്രവൃത്തിയിൽ വളരെയധികം പങ്കുണ്ട്. ഉദാഹരണത്തിന് ഈ ലിംഗം എന്ന് പറയുന്ന അവയവത്തിൻ്റെ ഉദ്ധാരണം സംഭവിക്കുന്നത് അതിലോട്ട് രക്തമൊഴുകുമ്പോഴാണ്. പക്ഷേ നിങ്ങൾ ഈ സൈക്കിളിൻ്റെ സീറ്റിൽ ദീർഘനേരം ഇരിക്കുന്നത് വഴി ആ ആർട്ടറിയുടെ മുകളിൽ വളരെയധികം പ്രഷർ ഉണ്ടാകുകയും ആ ആർട്ടറി ചുരുങ്ങുകയും അങ്ങനെ അതിലോട്ടുള്ള ആ ഒരു രക്തഒഴുക്ക് കുറയുകയും ചെയ്യും. ഈ ഒരു ഉദ്ധാരണ പ്രശ്നവും മരവിപ്പും ഒക്കെ എത്രത്തോളം ഉണ്ടാകുമെന്നുള്ളത് ഓരോ വ്യക്തിയിലും ആ ഒരു ഏരിയയിൽ അനുഭവപ്പെടുന്ന പ്രഷറിനനുസരിച്ച് വ്യത്യാസമായിരിക്കും. പക്ഷേ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ പ്രശ്നങ്ങളൊക്കെ പലപ്പോഴും താൽക്കാലികം മാത്രമാണ്. അത് പയ്യെ പയ്യെ നേരെയാവുകയും ചെയ്യും. പഠനങ്ങൾ പ്രകാരം ഈ ഉദ്ധാരണശേഷി കുറവ് ഉണ്ടാകാൻ സാധ്യതയുള്ളത് ഏകദേശം 24% പുരുഷന്മാരിലാണ് എന്ന് കണ്ടെത്തുകയുണ്ടായി. അതുപോലെ തന്നെ ഈ മരവിപ്പ് ഉണ്ടാകാൻ സാധ്യതയുള്ള പുരുഷന്മാരുടെ ശതമാനം എന്ന് പറയുന്നത് ഏകദേശം 61 ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് പ്രധാനമായിട്ടും സൈക്കിളിൻ്റെ ആ ഒരു സീറ്റിൻ്റെ ഷേപ്പിൽ നിന്നാണ് എന്നായിരുന്നു പഠനങ്ങളുടെ നിഗമനം. ഈ പുരുഷന്മാരുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന തരിപ്പും മരവിപ്പും ഒക്കെ അവരെ പോലെ തന്നെ സൈക്കിൾ വളരെയധികം ചവിട്ടാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളുടെ സ്വകാര്യ ഭാഗങ്ങളിലും ഉണ്ടാകാറുണ്ട്. അത് അവരുടെയും ലൈംഗിക താല്പര്യങ്ങൾ കുറയ്ക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അതിൻ്റെ ഒരു പ്രധാന കാരണം ഈ സ്ത്രീകളിൽ ലൂബ്രിക്കേഷൻ എന്ന് പറയുന്ന പ്രതിഭാസം ഉണ്ടാകുന്നത് പലപ്പോഴും സ്പർശനത്തിലൂടെയാണ്. ഈ ലൂബ്രിക്കേഷൻ എന്ന് പറയുന്നതാണ് ഒരു സ്ത്രീയെ സെക്സിന് റെഡിയാകുമ്പോൾ അവരുടെ ശരീരം ആ സെക്സ് ആക്ടിവിറ്റി സുഗമമാക്കാൻ വേണ്ടി നാച്ചുറലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ദ്രാവകം. അമിതമായ പ്രഷറിലൂടെ മരവിച്ചു പോയ ജനനേന്ദ്രിയങ്ങളിൽ സ്പർശനത്തിലൂടെ വികാരമുണർത്താൻ സാധിച്ചെന്ന് വരില്ല. ഈ ഒരു അവസ്ഥ ഒഴിവാക്കാൻ ഒരു എളുപ്പ വഴി നിങ്ങൾ സൈക്കിൾ ചവിട്ടുമ്പോൾ മുമ്പോട്ട് ഊന്നിയിരുന്ന് ചവിട്ടാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അങ്ങനെ ആ ഒരു പെരീനിയം ഏരിയയിലുള്ള ഒരു പ്രഷർ ഒരു വലിയ പരിധി വരെ കുറയ്ക്കുവാൻ പറ്റും. ഇനി നിങ്ങൾ ജിമ്മിലാണ് സൈക്കിൾ ചവിട്ടുന്നതെങ്കിൽ പുറകിൽ ചാരാൻ സൗകര്യമുള്ള സൈക്കിൾ ഉണ്ടോ എന്ന് നോക്കുക. എന്തു തന്നെയായാലും ആഴ്ചയിൽ 3 മണിക്കൂറിൽ കൂടുതൽ സൈക്കിൾ ചവിട്ടുന്നത് നിങ്ങളുടെ ലൈംഗിക ആരോഗ്യത്തിന് നല്ലതല്ല എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ 2014 UK ഒരുപറ്റം ഗവേഷകർ ഏകദേശം 5300 സൈക്ലിസ്റ്റുകളിൽ നടത്തിയ പഠനപ്രകാരം മുൻ പഠനങ്ങളെ അപേക്ഷിച്ച് ഈ സൈക്ലിങ്ങും ഉദ്ധാരണം തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് പറയുകയുണ്ടായി. ആകെ മൊത്തം കൺഫ്യൂഷൻ ആയോ? ഇത് നിങ്ങൾക്ക് മാത്രമല്ല, ഈ ഗവേഷണം നടത്തിയ ഗവേഷകർക്കും ഒരുപോലെ കൺഫ്യൂഷൻ ഉണ്ടാക്കി. അതുകൊണ്ട് അവർ സൈക്കിൾ ചവിട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുകയുണ്ടായി.
നമ്പർ 1, ഷേപ്പ് ഓഫ് ദ ബൈസൈക്കിൾ സീറ്റ്. സൈക്കിൾ സീറ്റിൻ്റെ ആകൃതി. Get a wide, well-padded seat to absorb the impact of the ride. A gel-filled seat can also be a good choice. അതായത് ഒരു വിസ്തീർണമുള്ള കുഷ്യനോ ജെല്ലോ ഒക്കെ നിറച്ച സീറ്റ് ഉപയോഗിക്കുക. നമ്പർ 2, ഹൈറ്റ് ഓഫ് ദ ഹാൻഡിൽ ബാർ. ഹാൻഡിൽ ബാറിൻ്റെ ഹൈറ്റ്. The handlebar height should not be higher than that of the bicycle seat because it can increase the risk of erectile dysfunction. You can visit a cycle shop to adjust the height. ഈ ഹാൻഡിൽ ബാറിൻ്റെ ഹൈറ്റ് സൈക്കിൾ സീറ്റിൻ്റെ ഹൈറ്റിനെക്കാട്ടിലും കൂടാൻ പാടില്ല. കാരണം അങ്ങനെ ഉണ്ടായാൽ അത് നിങ്ങളുടെ ഉദ്ധാരണ ശേഷിയെ ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ ഹൈറ്റിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾ അടുത്തുള്ള ഏതെങ്കിലും ഒരു സൈക്കിൾ ഷോപ്പിൽ ചെന്നാൽ മതി. നമ്പർ 3, ഗോ ഫോർ എ റിക്കംബൻറ്റ് ബൈക്ക്. A recumbent bike is a bicycle which places the rider in a laid-back, reclining position. അതായത് ജിമ്മിലും മറ്റും സൈക്കിൾ ചവിട്ടുമ്പോൾ ചാരി ഇരുന്ന് ചവിട്ടാൻ സഹായിക്കുന്ന സൈക്കിൾ. വളരെ അപൂർവമായിട്ട് മാത്രമേ സൈക്കിൾ ചവിട്ടുന്നതിലൂടെ നിങ്ങളുടെ ഉദ്ധാരണ ശേഷിയെ ബാധിക്കുകയുള്ളൂ. പക്ഷേ ഒരു ദീർഘനേരം സൈക്കിൾ ചവിട്ടുന്നത് വഴി നിങ്ങളുടെ, ഞാൻ മുമ്പ് പറഞ്ഞ ആ ഒരു പെരീനിയം ഏരിയയിൽ തരിപ്പോ മരവിപ്പോ ഒക്കെ അനുഭവപ്പെടുകയാണെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് 1-2 ആഴ്ച സൈക്കിൾ ചവിട്ടുന്നതിൽ നിന്നും വിട്ടു നിൽക്കേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം ആ ഒരു വേദന നൽകുന്ന സൂചന എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് ഒരു ഉദ്ധാരണ ശേഷി അല്ലെങ്കിൽ ഉദ്ധാരണത്തിന് പ്രശ്നമുണ്ടാക്കും എന്ന് തന്നെയാണ്. സോ until next time, this is Sangeet Sebastian signing off for VVox. Just sex, no shame.